ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. ജലവിഭവ മേഖലയിലെ വികസനം ചർച്ച ചെയ്യുന്ന 8ാമത് ഇന്ത്യ ജലവാരം 2024 രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 40 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയിൽ 2800 കോടിയിലധികം രൂപയുടെ റെയിൽവേ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കും. 1000 കോടിയിലധികം രൂപയുടെ ദേശീയപാത പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കമിടും. സമൂഹത്തിന്റെ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് സ്വച്ഛതാ ഹി സേവ അഭിയാൻ 2024 രാജ്യത്ത് ഇന്ന് തുടക്കമാകും. ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചരണം അവസാനിച്ചു. 24 മണ്ഡലങ്ങളിൽ നാളെ വോട്ടെടുപ്പ്. കേരളത്തിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. മലപ്പുറത്ത് 175 പേർ സമ്പർക്ക പട്ടികയിൽ. ഏഷ്യൻ ചാമ്പ്യൻ ട്രോഫി ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ചൈനയെ നേരിടും. വാർത്തകൾ വിശദമായി. ജലവിഭവ മേഖലയിലെ വികസനം ചർച്ച ചെയ്യുന്ന 8ാമത് ഇന്ത്യ ജലവാരം 2024 രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 40 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്. ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കുന്ന 8ാമത് ഇന്ത്യ ജലവാരം 2024 40 രാജ്യങ്ങളിൽ നിന്നുള്ള 4000-ഓളം പേർ പങ്കെടുക്കും. സമഗ്ര ജലവികസനത്തിനും പരിപാലനത്തിനുമുള്ള പങ്കാളിത്തവും സഹകരണവുമാണ് 4 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ പ്രമേയം. 100-ലധികം പ്രദർശകരും സ്റ്റാർട്ടപ്പുകളും ജലസംബന്ധിയായ വിഷയങ്ങളിലെ തങ്ങളുടെ ആശയങ്ങൾ പ്രദർശിപ്പിക്കും. ജലസംരക്ഷണം, മഴവെള്ള സംഭരണം, ഭൂഗർഭജല സംരക്ഷണം, ജലവിതരണം തുടങ്ങി രാജ്യത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള ജലവിഭവ വിനിയോഗത്തിലെ മികച്ച പ്രവർത്തനങ്ങൾ പരിപാടിയിൽ ചർച്ചയാകും. ജലവിഭവ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരുൾപ്പെടെയുള്ളവരിൽ നിന്ന് ആശയങ്ങളും അഭിപ്രായങ്ങളും നേടുന്നതിനുള്ള ആഗോള വേദി കൂടിയാണ് 8ാമത് ഇന്ത്യ ജലവാരം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഒഡീഷ സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ സുഭദ്ര പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഭുവനേശ്വറിൽ തുടക്കം കുറിക്കും. 1 കോടിയിലധികം സ്ത്രീകൾക്ക് പിന്തുണ നൽകാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. 21-നും 60-നും ഇടയിൽ പ്രായമുള്ള അർഹരായ ഗുണഭോക്താക്കൾക്ക് പദ്ധതിയിലൂടെ പ്രതിവർഷം 10,000 രൂപ 2 തുല്യ ഗഡുക്കളായി ആധാർ ബന്ധിത ബാങ്ക് അക്കൌണ്ടുകളിലൂടെ നൽകും. 10 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു പ്രധാനമന്ത്രി കൈമാറും. 2,800 കോടിയിലധികം രൂപയുടെ റെയിൽവേ പദ്ധതികൾക്കും 1000 കോടിയിലധികം രൂപയുടെ ദേശീയപാത പദ്ധതികൾക്കും അദ്ദേഹം ഇന്ന് തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളുമായും പ്രധാനമന്ത്രി സംവദിക്കും. അടുത്ത 25 കൊല്ലം കൊണ്ട് ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഹമ്മദാബാദിനും ഭുജിനും ഇടയിലുള്ള രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് മെട്രോ ട്രെയിൻ ഉൾപ്പെടെ ഗുജറാത്തിൽ 8,000 കോടിയിലധികം രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിനഗറിൽ 4ാമത് ആഗോള പുനരുപയോഗ ഊർജ്ജ നിക്ഷേപ സംഗമവും പ്രധാനമന്ത്രി ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് സ്വച്ഛതാ ഹി സേവ അഭിയാൻ 2024 ഇന്ന് തുടക്കമാകും. സ്വച്ഛ് ഭാരത് അഭിയാന്റെ 10ാം വാർഷിക വേളയിലാണ് രാജ്യവ്യാപകമായി ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. സ്വഭാവ് സ്വച്ഛത സംസ്കാർ സ്വച്ഛത എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. എല്ലാ കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളും പരിപാടിയുടെ ഭാഗമാകും. സമൂഹത്തിന്റെ സമ്പൂർണ്ണ ശുചിത്വമാണ് ലക്ഷ്യം. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 വരെയാണ് ക്യാമ്പയിൻ. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ സംസ്ഥാനത്തും ഇന്നു മുതൽ ആരംഭിക്കും. മാലിന്യമുക്ത കേരളം നവകേരളം പരിപാടികളുടെ ഭാഗമായി ശുചിത്വ മിഷൻ, കുടുംബശ്രീ തുടങ്ങിയ നിരവധി സംഘടനകൾ സംയുക്തമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് സംസ്ഥാനത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സ്വച്ഛതാ പഖ്വാഡയുടെ ഭാഗമായി എറണാകുളം ജില്ലയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ ക്യാമ്പയിനിന്റെ ഭാഗമായി എറണാകുളം ടൌൺ, എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങളും വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കലും സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് നിപ സ്ഥിരീകരിച്ച മലപ്പുറം ജില്ലയിൽ 175 പേർ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതിൽ 74 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. നിപ സ്ഥിരീകരിച്ച തിരുവാലി പഞ്ചായത്തിലെ 4 വാർഡുകളും സമീപത്തെ മമ്പാട് പഞ്ചായത്തിലെ 1 വാർഡും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. ഈ പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ സർവേ തുടങ്ങി. മലപ്പുറത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യവകുപ്പ് കൺട്രോൾ സെൽ ആരംഭിച്ചു. 0483 273 2010 0483 273 2060 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. പനി ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സിക്കാതെ ഡോക്ടറുടെ ഉപദേശം തേടണം. പക്ഷികൾ, വവ്വാലുകൾ, മറ്റ് ജീവികൾ മുതലായവ കടിച്ചതോ താഴെ വീണുകിടക്കുന്നതോ ആയ പഴങ്ങൾ കഴിക്കരുതെന്നും നിർദ്ദേശമുണ്ട്.
ജമ്മു കശ്മീരിൽ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചരണം ഇന്നലെ അവസാനിച്ചു. ആദ്യഘട്ടത്തിൽ 7 ജില്ലകളിലെ 24 മണ്ഡലങ്ങളിൽ നാളെ വോട്ടെടുപ്പ് നടക്കും. തിരഞ്ഞെടുപ്പിന്റെ 2ഉം 3ഉം ഘട്ടങ്ങൾ സെപ്റ്റംബർ 25, ഒക്ടോബർ 1 തീയതികളിലും നടക്കും. അടുത്ത മാസം 8-നാണ് വോട്ടെണ്ണൽ. തിരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിച്ചതോടെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പ്രചരണ രംഗത്ത് സജീവമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ ഈ ലേലത്തിന് ഇന്ന് തുടക്കമാകും. 2019 ആരംഭിച്ച ലേലത്തിന്റെ 6ാം പതിപ്പാണ് ഇന്ന് ആരംഭിക്കുന്നത്. 600ഓളം മെമന്റോകൾ ലേലത്തിനായി പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അറിയിച്ചു. അടുത്ത മാസം 2-ാം തീയതി വരെയാണ് ഈ ലേലം നടക്കുന്നത്. താൽപര്യമുള്ളവർക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ pmmementos.gov.in വഴി ലേലത്തിൽ പങ്കെടുക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ രക്തദാന ക്യാമ്പിന് തുടക്കം കുറിക്കും. ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്താണ് ക്യാമ്പിന്റെ ഉദ്ഘാടനം. ശ്രീ മോദിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള പ്രദർശനത്തിനും BJP അധ്യക്ഷൻ തുടക്കം കുറിക്കും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജി പ്രഖ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിൽ പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ഇന്ന് നിയമസഭാ കക്ഷി യോഗം ചേരും. കെജ്രിവാളിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നു. 2 ദിവസത്തിൽ രാജിവെക്കുമെന്നായിരുന്നു കെജ്രിവാൾ ഞായറാഴ്ച പ്രഖ്യാപിച്ചത്. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജ് സംഭവത്തിൽ പ്രതിഷേധിക്കുന്ന ജൂനിയർ ഡോക്ടർമാരുമായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കൂടിക്കാഴ്ച നടത്തി. ഡോക്ടർമാരുടെ 4 ആവശ്യങ്ങളിൽ 3 അംഗീകരിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനീത് ഗോയലിനെ നീക്കം ചെയ്യുമെന്നും പോലീസ് സേനയിലെ മാറ്റങ്ങൾ ഇന്ന് വിജ്ഞാപനത്തിലൂടെ പ്രാബല്യത്തിൽ വരുത്തുമെന്നും അവർ പറഞ്ഞു. അതേസമയം തങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ചൈനയിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻ ട്രോഫി ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ചൈനയെ നേരിടും. ഉച്ചകഴിഞ്ഞ് 3:30-നാണ് മത്സരം. തുടർച്ചയായ 2ാം സ്വർണം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഇന്നിറങ്ങുന്നത്. കായിക മേഖലയിലെ ഉത്തേജക ഉപയോഗം തടയുന്നത് ലക്ഷ്യമിട്ടുള്ള 2 സുപ്രധാന ഉന്നതതല യോഗങ്ങൾക്ക് ഇന്ത്യ ഇന്ന് വേദിയാകും. COP9 ബ്യൂറോയുടെ 2ാമത് ഔദ്യോഗിക യോഗം, കായിക രംഗത്തെ ഉത്തേജക ഉപയോഗത്തിനെതിരായുള്ള യുനെസ്കോ അന്താരാഷ്ട്ര കൺവെൻഷന് കീഴിലുള്ള ഫണ്ട് അപ്രൂവൽ സമിതിയുടെ 3ാമത് ഔദ്യോഗിക യോഗം എന്നിവയാണ് ന്യൂഡൽഹിയിൽ ഇന്നു മുതൽ നടക്കുക. ഫ്രാൻസ്, ഇറ്റലി, റഷ്യ, സൌദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. നാവിക കമാൻഡേഴ്സ് കോൺഫറൻസിന്റെ 2ാം പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. തന്ത്രപരവും പ്രവർത്തനപരവും ഭരണപരവുമായ വിഷയങ്ങളിൽ നാവിക കമാൻഡർമാർ തമ്മിലുള്ള ചർച്ചകൾ സുഗമമാക്കുന്ന ഉന്നതതല പരിപാടിയാണ് കമാൻഡേഴ്സ് കോൺഫറൻസ്. 4 ദിവസത്തെ സമ്മേളനം നാവികസേനാ മേധാവി ഉദ്ഘാടനം ചെയ്യും. മണിപ്പൂരിലെ ജനങ്ങൾക്ക് ന്യായമായ വിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനായി പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ നിലവിലുള്ള 21 സംഭരണ കേന്ദ്രങ്ങൾക്ക് പുറമെ 16 കേന്ദ്രീയ പോലീസ് കല്യാൺ ഭണ്ഡാർ വഴി സാധനങ്ങൾ ലഭ്യമാക്കുമെന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. ഝാർഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം സ്തംഭിച്ചു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഗതാഗതം തടസ്സപ്പെടുകയും വൈദ്യുതി മുടങ്ങുകയും ചെയ്തു. ദാമോദർ, സ്വർണരേഖ, ഭൈരവി നദികളിലെ ജലനിരപ്പ് ഉയർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളത്തിനടിയിലായി. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഝാർഖണ്ഡിലെ പല ഭാഗങ്ങളിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജലവിഭവ മേഖലയിലെ വികസനം ചർച്ച ചെയ്യുന്ന 8ാമത് ഇന്ത്യ ജലവാരം 2024 രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 40 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയിൽ 2800 കോടിയിലധികം രൂപയുടെ റെയിൽവേ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കും. 1000 കോടിയിലധികം രൂപയുടെ ദേശീയപാത പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കമിടും. സമൂഹത്തിന്റെ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് സ്വച്ഛതാ ഹി സേവ അഭിയാൻ 2024 രാജ്യത്ത് ഇന്ന് തുടക്കമാകും. ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചരണം അവസാനിച്ചു. 24 മണ്ഡലങ്ങളിൽ നാളെ വോട്ടെടുപ്പ്. കേരളത്തിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. മലപ്പുറത്ത് 175 പേർ സമ്പർക്ക പട്ടികയിൽ. ഏഷ്യൻ ചാമ്പ്യൻ ട്രോഫി ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ചൈനയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.